എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ചാമ്പയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ്. ചാമ്പയ്ക്കയുടെ സീസണൊക്കെ ആകുമ്പം നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ്. വളരെ സ്വാദിഷ്ടമാണ്. ഈ ഒരു കിച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു 10 ചാമ്പയ്ക്ക, ഇതിപ്പോൾ തായ് ചാമ്പയ്ക്കയാണ് കേട്ടോ, സാധാ ചാമ്പയ്ക്കയാണെങ്കിൽ ഇതിന് ഉപയോഗിക്കാം, എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തിന്നായിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. തെരതെരിപ്പായിട്ട് കൊത്തിയെടുത്താലും മതി. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം കുരുവൊക്കെ അങ്ങ് മാറ്റണം. ശേഷം ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയ ശേഷം തരിതരിപ്പായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി തരിതരിപ്പായി അരിഞ്ഞതും ചേർക്കാം. കൂടാതെ 10-12 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ്, അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ശേഷം അതിലോട്ട് ഒരു വലിയ കപ്പ് കട്ട തൈരാണ്, ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അല്പം ഉപ്പും കൂടി വേണം. 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് കടുക് താളിക്കാനായിട്ട് ഒരു തട്ട്ക പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. 2 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പില. ഇത് ചൂടോടുകൂടി തന്നെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ചാമ്പയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. കട്ട തൈരാകുമ്പം തേങ്ങയുടെ ആവശ്യമില്ല. ചാമ്പയ്ക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ലതായിട്ട് യോജിച്ചു പോകും. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാനും മറക്കണ്ട. അമ്മ പരിചയപ്പെടുത്തിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും വരെ നന്ദി. ഗുഡ് ബൈ.